അമ്മ അത്ര ഇൻഫ്ലുവൻസിങ് ആയിരുന്നു. ഭയങ്കര അമ്മയെ മിസ് ചെയ്യുന്നു അല്ലേ? ഭയങ്കര അത്ര ഇമോഷണൽ പേഴ്സൺ ആണെന്ന് ഒരിക്കലും എന്താ പറയില്ല കേട്ടോ. രാജ്മോഹൻ പിള്ള സാർ, വെൽക്കം ടു ABC ടോക്ക്. വീണ്ടും സ്വാഗതം. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ മേളം കറി മസാല. നമ്മുടെ കഴിഞ്ഞ വീഡിയോ അത് സാർ ഇവിടെ ഇരിക്കുമ്പോൾ 3 മില്യൺ ക്രോസ് ചെയ്യാം. സാറിൻ്റെ ശരിക്കും പറഞ്ഞ ഒരു അനുഭവ സാക്ഷ്യം അല്ലെങ്കിൽ ഒരു ടെസ്റ്റിമോണിയലായിരുന്നു. ആ ടെസ്റ്റിമോണിയൽ ഇപ്പം യാദർശ്യമായിട്ടാണെങ്കിൽ ഇപ്പം സാറിന് എന്നോട് മുൻപരിചയമുണ്ട്, ഇവിടെ വന്ന് സതീഷിനോടും പരിചയമൊക്കെ ആയതിനു ശേഷം സാർ അത് അറിയാതെ തുറന്നു പറയുകയായിരുന്നു. അത് ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു തുറന്നു പറച്ചിൽ ആദ്യമാണ് കറക്റ്റ് സംഭവിക്കുന്നത്. അത് പക്ഷേ പ്രേക്ഷകർ സാർ ഏത് പേസിലാണോ സാറ് പറഞ്ഞത്, എങ്ങനെയാണോ സാറ് കരഞ്ഞത്, അതിൻ്റെ ഒരു മൾട്ടിപ്പിൾ ടൈം അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ പേസിൽ പ്രേക്ഷകർ ഉൾക്കൊണ്ടു എന്നുള്ളത്, അതായത് എനിക്ക് ഇത്രയും കാലത്തിനിടയിൽ കിട്ടാത്ത ഫോൺ കോളുകൾ, അത് സമൂഹത്തിൻ്റെ എല്ലാ തുറയിലുള്ള ആൾക്കാരുടെയും ഫോൺ കോളുകൾ. അപ്പോൾ ഇതിനകത്ത് ആൾക്കാരെല്ലാം ചോദിച്ച ഒരു കാര്യം, ഇതിനകത്തൊരു കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു. ഇത്രയും കടം വീട്ടിയതിന് സാറിൻ്റെ ഉള്ളിലൊരു കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു. ഈ കൺസിസ്റ്റൻസി ആർജിക്കാൻ എന്താണ് സാറിൻ്റെ ഡിസിപ്ലിനാണോ പ്രാർത്ഥനയാണോ, എങ്ങനെ ഇത് ആർജിച്ചെടുത്തു? എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ഡിക്സലെക്സിക് കുട്ടിയായിരുന്നു. അപ്പം കൊച്ചിലെ ഈ ഇംഗ്ലീഷ് വാക്കെല്ലാം ഐലൻഡിന് എപ്പോഴും ഇസ്ലൻഡിനെ പറയത്തോളായിരുന്നു. 9-6 ആയിട്ടേ കാണത്തുള്ളൂ. അപ്പം എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഫിക്സ് ഇപ്പം രാവിലെ 5 മണിക്ക് എണീക്കണം, കളിക്കാൻ പോകണം, അത് മാത്രമേ ചെയ്യത്തുള്ളൂ. എനിക്കറിയാം, എൻ്റെ അമ്മ പറഞ്ഞു തരുമായിരുന്നു, നീ അത് ഫോളോ ചെയ്തില്ലെങ്കിൽ യു വിൽ ഗെറ്റ് ഇൻ ടു പ്രോബ്ലംസ്, ബിക്കോസ് നിനക്ക് മറ്റേ കുട്ടികളുടെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല. ഇതൊരു 10ാം സ്റ്റാൻഡേർഡിൽ വെച്ചിട്ട് കുറച്ചെങ്കിലും കറക്റ്റ് ചെയ്തൊരു ഓൾമോസ്റ്റ് മിഡിൽ ഓർ അപ്പർ മിഡിൽ ഓഫ് ദി ഡിസ്ലെക്സിക് എന്ന് പറയുമ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി ആണല്ലേ? ഇറ്റ് ഈസ് ഒരു മെന്റൽ ഒരു പ്രോബ്ലമാ. ഇത് തന്നെയല്ലേ അമീർ ഖാന്റെ സിനിമയിൽ? കറക്റ്റ്. സോർട്ട് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റി, അതായത് കേട്ടാൽ മനസ്സിലാക്കാനും ഒക്കെയുള്ള ചില ഡിഫിക്കൽട്ടി. പക്ഷേ ഇതൊരു ഒരുതരം ഓട്ടിസത്തിന്റെ ഒരു വകഭേദം എന്ന് പറയാൻ പറ്റും. വകഭേദവാ. ഡിക്സലെക്സിസ് കുറെ പേർക്ക് 10ാം സ്റ്റാൻഡേർഡ് 11ാം സ്റ്റാൻഡേർഡിലെല്ലാം മാറും. എനിക്ക് ഈ കല്യാണം എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടാണ് മാറിയത്. പക്ഷെ നമുക്കൊരു ലെറ്റർ എഴുതാൻ പറ്റത്തില്ല ഓൺ യുവർ ഓൺ. കല്യാണം കഴിച്ചപ്പോഴും ഈവൻ വെൻ ഐ എം 62 ഐ സ്റ്റിൽ വർക്ക് ഓൺ മൈസെൽഫ്. സ്പെല്ലിംഗ് ആണെങ്കിലും എല്ലാം ഓൾമോസ്റ്റ് 8 hours എ ഡേ. ഇപ്പം ഇത് എൻ്റെ അമ്മ കൊച്ചിലേ പറയാറുണ്ട്, നിനക്കാണെങ്കിൽ ഈ പ്രോബ്ലം ഉണ്ട്, യു വിൽ ഹാവ് ടു വർക്ക് ഹാർഡർ, യു ഹാവ് ടു കീപ് വർക്കിംഗ് ഹാർഡർ. ഇപ്പം ഞാൻ 6 മണിക്കൂർ പഠിക്കുന്നതല്ല. എൻ്റെ ഫസ്റ്റ് കസിൻ ഉണ്ട്, സെയിം ഏജ്, കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്, ഹു വെന്റ് ഓൺ ടു ബിക്കം ദി ഗോൾഡ് മെഡലിസ്റ്റ് ഇൻ കേരള യൂണിവേഴ്സിറ്റി എൻ്റെ സെയിം ഇയറിൽ. അദ്ദേഹം ഒരു 6 മിനിറ്റിനകം പഠിക്കും. എന്നിട്ട് എല്ലാ പ്രാവശ്യവും നമ്മൾ കിടന്ന് പാടുവിടുന്ന കാണുമ്പം അവര് സ്നേർ എന്ന് പറഞ്ഞിട്ട് ഒരു കളിയാക്കി, ബിക്കോസ് അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് ഇസ്. ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. ഇൻക്ലൂഡിങ് എൻ്റെ വൈഫ്, ഞാൻ സെയിം പ്രോബ്ലമാണ്. അപ്പം അവർക്കൊരു ഫ്രസ്ട്രേഷനാവും. ഒരു കാര്യം ഒരു പ്രാവശ്യം പറയുന്നു, 2ാമത്തെ പ്രാവശ്യം പറയുന്നു, 3ാമത്തെ പ്രാവശ്യം പറയുന്നു, പിന്നെയും നമ്മൾ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഒരു അമ്മയ്ക്ക് ഒരു കുട്ടിയെടുത്ത് വരെ ദേഷ്യം വരും ഒരേ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഈ വൈഫും ഹസ്ബൻഡും എല്ലാം ആകുമ്പോൾ അവർക്ക് കുറെ കൂടെ ടെൻഷൻ എന്തുവാന്ന്. അപ്പം ദേ വിൽ കീപ്പ് ഓൺ ടെല്ലിങ് ഒരു ഗുണവും ഇല്ല, ഒന്നുമില്ല എന്ന്. ഇത് നമ്മളാണെങ്കിൽ ആ കൺസിസ്റ്റൻസിയിൽ ഇതിലൊരു വലിയൊരു പ്രോബ്ലം ഉണ്ട്. എപ്പോഴെങ്കിലും നമ്മളൊരു ഫെയിലിയർ ആണെന്ന് വിചാരിച്ചു പോയി അതിലോട്ട് സെറ്റിൽ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ യു വിൽ നെവർ ബി ഏബിൾ ടു വർക്ക് ദാറ്റ് ഹാർഡ്. ഇത് ഇന്ന് നമ്മൾ ആ ഫസ്റ്റ് 27 years കഴിഞ്ഞ് പേ ബാക്ക് ചെയ്തുകൊണ്ടും പിന്നെ another 20 years കഴിഞ്ഞ് പേ ബാക്ക് ചെയ്തുകൊണ്ട് ഇന്ന് ദി കോൺഫിഡൻസ് ദാറ്റ് ഐ ഹാവ് ഈസ് ഇന്നോർമസ്. ഡിസ്ലെക്സിയ അല്ലേ? അങ്ങനെയല്ലേ? ഡിക്സലെക്സിയ. ഈ ഇപ്പൊ ഈ രോഗമുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത് നിൽക്കട്ടെ അവിടെ. പക്ഷേ ഇതൊരു എഫേർട്ടിന്റെ കൺസിസ്റ്റൻസിയും ഡീമോട്ടിവേറ്റഡ് ആവാതെ കീപ്പപ്പ് ചെയ്തതിൻ്റെയും ഒരു പ്രോസസ്, അതൊരു വലിയ അനുഗ്രഹമായിരിക്കും സാർക്ക്. അത് പ്രേക്ഷകർക്ക് കൂടെ ഷെയർ ചെയ്യാൻ പറ്റിയാൽ. വിശ്വാസം, ബേസിക് ആയിട്ട് അമ്മ പറയുന്ന കാര്യത്തിലുള്ള വിശ്വാസം, അതാ ആ ഡിഫറൻസ് വരുന്നത്. അമ്മ പറഞ്ഞു, അതുകൊണ്ട് അത് സത്യമായിരിക്കും, അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അമ്മ അത്ര ഇൻഫ്ലുവൻസിങ് ആയിരുന്നു. ഭയങ്കര. അമ്മയെ മിസ് ചെയ്യുന്നു അല്ലേ?
ഭയങ്കര സാറിൻ്റെ കണ്ണ് പറയുമ്പോൾ എൻ്റെ അറിയാം. അതെ. ഈ പക്ഷെ സാർ ഇത്ര ഇമോഷണൽ പേഴ്സൺ ആണെന്ന് ഒരിക്കലും കണ്ടാ പറയില്ല കേട്ടോ. അതെനിക്ക് തോന്നുന്നു ഇതെല്ലാം ആ ശക്തി കാണിക്കണ്ട എന്നുള്ളൊരു വിചാരം വന്ന് കഴിഞ്ഞിട്ടാ ഞാൻ റിലാക്സ് ചെയ്യാൻ തുടങ്ങിയത്. ബിക്കോസ് അല്ലെങ്കിൽ എല്ലാ മീറ്റിങ്ങും എല്ലാ പ്രാവശ്യവും ആരുടെങ്കിലും ഒരു കാര്യം പ്രോമിസ് ചെയ്താലും ഇപ്പൊ കളിക്കാൻ പോകുന്ന സമയമാണെങ്കിൽ 6 മണിക്ക് എത്തും എന്ന് പറഞ്ഞാൽ ഒരു ടെൻഷൻ അവിടം വരെ എത്തുന്നത്. അപ്പം അടുത്തുള്ള ആളുകൾക്ക് ആർക്കും മനസ്സിലാവത്തില്ല. ബിക്കോസ് ഏതെങ്കിലും ഒരു കാര്യം തെറ്റിപ്പോയാൽ എല്ലാം കൂടെ കൊളാപ്സ് ചെയ്യും. കാരണം അത്ര അറേഞ്ച്ഡ് ആണ്, അത്ര ഫ്രജൈല. ഒരു ഹൗസ് ഓഫ് കാർഡ്സ് പോലെ നമ്മൾ ഈ ബിൽഡ് ചെയ്യുന്നത്. അപ്പം ഓരോ സമയത്തും there are hundreds of people working against also. ഏത് ബിസിനസ്സിലായാലും there will be a lot of people working. ഇപ്പൊ ഇവരുടെ എല്ലാം ഈ ശരങ്ങളോ ആരോസ് നമ്മൾ ഡിഫെൻഡ് ചെയ്ത് ഇങ്ങനെ മുകളിലോട്ട് പോയി ഏതെങ്കിലും ഒരെണ്ണം കൊണ്ടാ we know that the whole thing will fall. അപ്പൊ അതിന്റെ ഒരു ടെൻഷനും അതിന്റെ ഒരു സിസ്റ്റവും ഇത് നമുക്ക് ആരുടെടുത്തും പറയാൻ പറ്റത്തില്ല. ബിക്കോസ് we know that നമ്മളെ എക്സ്പീരിയൻസില് ആരുടെത്തെങ്കിലും പറഞ്ഞാൽ they get demoralized. അവര് will not do their job. എല്ലാരും ഈ 110% വർക്ക് ചെയ്താലേ ഉള്ളൂ നമുക്ക് മറ്റവരെ തോപ്പിക്കും. ഇറ്റ്സ് ലൈക്ക് 100 മീറ്റർ റേസ്. അവരെ തോപ്പിക്കാൻ പറ്റാനായിട്ട് ഒരു ചാൻസ് ഉള്ളൂ. ആ സിറ്റുവേഷനിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കാണെങ്കിൽ ഈ ഗാർഡ് ലെറ്റ് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല. അത് ഇതായിട്ട് ഇമോഷനായിട്ട് വരുന്ന ദേഷ്യവും അഹങ്കാരം പോലെ ആളുകൾക്ക് തോന്നുന്നതും എല്ലാം ഇമോഷൻ വരുന്നത്. ഇതെല്ലാം ബേസിക് ഒരു ഫിയറാ ദാറ്റ് നമുക്ക് ഒന്നിലും ഫെയിൽ ചെയ്യാൻ പറ്റത്തില്ല, ഒരു കാര്യത്തിലും ഫെയിൽ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു വിചാരം. ഇത് ലോട്ട് ഓഫ് പീപ്പിൾ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. എൻ്റെ സ്കൂളിലും എല്ലാം ഞാനാണെങ്കിൽ 30th and 33rd ആയത്. പതുക്കെ ഐ ബിക്കേം 16th, ഐ ബിക്കേം 3rd, ഐ ബിക്കേം 2nd, ഐ ബിക്കേം 1st. ഓൾമോസ്റ്റ് ഫസ്റ്റ് ആയി. ഞാൻ ഗോൾഡ് മെഡൽ അപ്പം ഞാൻ കോളേജിൽ പോകുന്നത്. പക്ഷെ ബിസിനസ്സിൽ ഫസ്റ്റ് എല്ലാം ആവാൻ തുടങ്ങി. ആ ആളുകൾ ഈ പഠിച്ചെല്ലാം കഴിഞ്ഞ് ഒരു തിരക്കേടില്ലാതായപ്പോ ദേ സ്റ്റോപ്ഡ് വർക്കിംഗ് ഓൺ ദംസെൽവ്സ്. അത് വളരെ ഡിഫറെന്റ് ആയി. എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ വ്യക്തമായി പറയണം. കാരണം നമ്മളൊരു പഠനം പൂർത്തിയായി കഴിയുമ്പോഴത്തേക്ക്, ഒരു ജോലി കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ പഠിക്കാനുള്ള നമ്മുടെ ശേഷി ഇല്ലാതാക്കും, എഫേർട്ട് ഇല്ലാതാക്കും. പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഏറ്റവും കൂടുതൽ ഞാൻ സ്റ്റഡി ചെയ്ത് ഈസ് പോസിബിളി ബിറ്റ്വീൻ 45 and 60. ആ സമയത്ത് എല്ലാ ദിവസവും അപ്പം എല്ലാവർക്കും വട്ടായിട്ട് തോന്നുന്ന there is an X amount of reading and hearing that I have to do every day. അത് ചെയ്തില്ലെങ്കിൽ എൻ്റെ മൈൻഡ് ഇസ് ഇൻ പ്രഷർ. ഇന്ന് തന്നെ ഒരു half an hour റീഡിങ് എനിക്ക് ഇപ്പം ബാക്കിയാ, വിച്ച് ഐ നോർമലി ഡു ബിഫോർ 6 o'clock. അത് ബിക്കോസ് രാവിലെ ട്രാവൽ ചെയ്തോണ്ടുള്ള കാര്യം. അപ്പൊ ഒരു half an hour ഓഫ് ഒരു വേൾഡ് ബിസിനസ് റിപ്പോർട്ട് ഉണ്ട്. അതാ ദാറ്റ് ഐ 28 minutes എടുക്കും എനിക്ക് വായിക്കാനായിട്ട്. അതും കൂടെ വായിച്ചാലേ ഉള്ളൂ ഐ എം അപ് ടു ഡേറ്റ് ഓൺ ദാറ്റ് ഡേ. ഈ ഫൈനലായിട്ട് എനിക്ക് വൈകുന്നേരം ഒരു 7 o'clock ഒരു half an hour ഓഫ് ഇന്ത്യൻ ബിസിനസ് റിപ്പോർട്ട് വായിക്കണം ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഇന്ത്യ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. ഇതെല്ലാം കഴിയുമ്പോഴേ ഒരു ദിവസം ആവത്തുള്ളൂ എനിക്ക്. അത് കണ്ടിന്യൂസ് ആയിട്ട് കുറെ കാലം ചെയ്യുമ്പം ആരുടെ സംസാരിക്കാൻ ഒരു പ്രോബ്ലം ഇല്ല, ബിക്കോസ് യു ആർ അപ് ടു ഡേറ്റ്. സാർ, അതിനകത്ത് ഇപ്പൊ എൻ്റെ ചോദ്യത്തിന്റെ ബാക്കി കൂടിയുണ്ട്. അതായത് സാർ ഒരു സാധാരണ കിട്ടായിരുന്നില്ല, ഇപ്പോഴും ഒരു സാധാരണ മനുഷ്യനല്ല. യു ആർ സർട്ടൻ ലെവൽ ഓഫ് ഹാൻഡിക്യാപ്ഡ്, അങ്ങനെ തന്നെ പറയാം, ടു ബി വെരി ഫ്രാങ്ക്. പക്ഷേ ഈ ഹാൻഡിക്യാപ്ഡ് ഏരിയയെ മാനേജ് ചെയ്യാൻ സാർ ഒരു പ്രോഗ്രാം ഉണ്ടാക്കി, ഒരു പാറ്റേൺ ഉണ്ടാക്കി. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഇതൊരു ഇനിയുള്ള ഭാഗം ഒരു വലിയ അനുഗ്രഹമാകണം. കാരണം ചെറിയ ചെറിയ പരിമിതികൾ കൊണ്ട് ജീവിതത്തിൽ പരാജയങ്ങൾ നേരിടുമ്പം ആ പരിമിതികളാണ് അതിന് കാരണമെന്ന് പറഞ്ഞ് വറി ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. കറക്റ്റാണ്, ഒരുപാട് കാര്യങ്ങളിൽ. അപ്പോൾ ഇതിനെ ഇത്ര വലിയ കടക്കാൻ കഴിയും, മനസ്സിലായില്ലേ? അതായത് 10 ചെവിയും 20 കണ്ണും ഒക്കെ കൂടി അത്ര ഷാർപ്പായി ഇരുന്ന്
പാലിക്കേണ്ട കാര്യങ്ങൾ കേട്ടാൽ പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാൾ ഗ്രഹിച്ച് പഠിച്ച് സക്സസ്സിലെത്തി. ആണ് അത് അപ്പോൾ അങ്ങനെ പരിമിതിയുള്ള മുഴുവൻ ആൾക്കാരോടും സാറും സംസാരിക്കണം ഈ ഷോയിൽ. കാരണം അതെങ്ങനെ ഓവർകം ചെയ്തു, അത് സാറിനെ മനസ്സിലാക്കി, സാറിന് വേണ്ടി സാർ പ്രോഗ്രാം ചെയ്തു, സാറിന് വേണ്ടി സാർ എഫേർട്ട് എടുത്തു എന്നുള്ളൊരു സാധനമുണ്ട്. അതെങ്ങനെയാണെന്നത് കേൾക്കാൻ ഭയങ്കര ഇത് ഗോവിന്ദൻകുട്ടി ഇതിന്റെ ഏറ്റവും വലിയ ലക്ക് എൻ്റെ അച്ഛൻ ലയബിലിറ്റി ഉണ്ടാക്കിയതാ. വേറെ രീതിയിൽ ബിക്കോസ് അതില്ലായിരുന്നെങ്കിൽ ഐ കുഡ് ഹാവ് ഈസിലി ബീൻ എ ചൈൽഡ് ഒൺലി ക്രൈ. എനിക്ക് ഡിസ്ലെക്സിയ, എനിക്ക് ഇതാ മറ്റേതാ മറിച്ചാന്നുണ്ട്. അച്ഛൻ ബാധ്യത ഉണ്ടാക്കി വെച്ചു എന്നുള്ളത് സാറിന്റെ ഡിസബിലിറ്റിയെ പോലും സാറിന് ഓവർകം ചെയ്യാനുള്ള ഒരു ഉപാധിയായി പറഞ്ഞു. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ കൂടി ഉണ്ട്. അച്ഛൻ ബാധ്യത ഉണ്ടാക്കി വെച്ചു, പക്ഷെ അത് വീട്ടാനുള്ള ഒരു മാർഗവും അതിനകത്ത് കഴിഞ്ഞ എപ്പിസോഡ്. അതിനകത്തൊരു കാര്യം നമ്മളിപ്പം ഈ സെക്യൂരിറ്റി ആൻഡ് ഓപ്പർച്യൂണിറ്റി, സെക്യൂർ ആണോ ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ളൊരു സാധനമാണ്. ഈ ജോലി വാങ്ങാൻ വരുന്ന ചില ആൾക്കാർ, നമ്മളിപ്പം ഞാൻ പഠിച്ച കോളേജിലൊക്കെ കോളേജ് അധ്യാപകർ, നമ്മൾ നല്ല അധ്യാപകരാണ്. നമ്മൾ ഇവരെ നോക്കിയാൽ ഇവർക്ക് ജോലി കിട്ടിയ അന്നത്തെ മീശയുടെ ഷേപ്പായിരിക്കും. സീരിയസ്ലി പല ആൾക്കാരും ഉണ്ട്. സാറ് പറഞ്ഞത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അതുപോലെ സർക്കാർ ഓഫീസിൽ ചെന്നാൽ അവർക്ക് എന്ത് ജോലി കിട്ടിയോ ആ അന്നത്തെ ഡ്രസ്സും അന്നത്തെ ഫാഷനബിളായ ചെരുപ്പുമായിരിക്കും ഇവർ 30 വർഷവും 20 വർഷം കഴിഞ്ഞും. അതായത് പിന്നെ അവർ ഒന്നിനും അപ്ഡേറ്റഡ് അല്ലാതായി മാറുന്നു. ഇത് കല്യാണം കഴിച്ച സ്ത്രീകളിലും ഇത് കാണാൻ പറ്റും. അവർ കല്യാണമൊക്കെ കഴിച്ച് വീട്ടിലെത്തി ഒരു കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇവർക്ക് ഗോവിന്ദൻകുട്ടി, between the person that you saw me before the interview and today, I am different. And other comes out of a lot of work. ഇത് ഓരോ പ്രാവശ്യം whenever a compliment comes to me, എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം ഈ എത്ര എന്നെ പൊക്കുന്നു അത്രയും താഴ്ചയായി ആ ഫോള് വീണാൽ അത്രയും പരിക്കേക്കും. ഇതൊന്നും അറിഞ്ഞൂടാത്ത ഒരാളെ പറ്റി ഒരാൾ ചീത്ത വിളിച്ചാൽ ആരും അറിയത്തില്ല. All the things, എല്ലാ gossips that is happening to me is also happening to my driver or എൻ്റെ വാച്ച്മാൻ, but nobody cares. അതെ ഭയങ്കര സംഭവമാണ്. അതെ. അപ്പം എനിക്ക് ഐ ആം 100% ഷുവർ ഇന്ന് ഇപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൽ ചെന്ന് വല്ലതും ഒരു സ്ഥലത്ത് ഒരു വഴക്ക് കൂടിയ എല്ലാവരും ആ വെയിറ്റിംഗ് ഫോർ ദി ഓപ്പർച്യൂണിറ്റി ടു ടേക്ക് ഇറ്റ് അപ്പ് ടു എന്നെ നിങ്ങൾ പറയുന്നത് ട്രോൾ ചെയ്യാനായിട്ട്. ആൻഡ് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ഇറ്റ്. പക്ഷേ എനിക്കറിയാം എൻ്റെ ബൈ നേച്ചർ. ഇന്നലെ ഞങ്ങൾ റോൾ ബോൾ അസോസിയേഷൻ കേരള പ്രസിഡന്റ്, റോൾ ബോൾ ഒരു ഇന്ത്യൻ ഗെയിമാണ്, പൂനെനാണ് തുടങ്ങിയത്. ഇപ്പം 50 രാജ്യത്തുണ്ട്. ദേ ആർ ഹോപ്പിംഗ് ടു ഗെറ്റ് ഇൻ ടു ഏഷ്യൻ ഗെയിംസ് ആൻഡ് ഇത്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു കോച്ച് തുടങ്ങിയ ഒരു ഗെയിമാണ്. ആൻഡ് ഹി റിയലി ഈസ് ഇൻട്രസ്റ്റഡ് ടു, രാജു ദബാഡിയ എന്ന് പറഞ്ഞിട്ടൊരു പൂനെ എന്ന ഒരാളാണ് തുടങ്ങിയത്. ആൻഡ് ഈസ് റിയലി ഇൻട്രസ്റ്റഡ് ടു ടേക്ക് ഇറ്റ് അപ്പ്. അപ്പം അവരുടെ നാഷണൽ 2 പേര് വന്നിരുന്നു. അപ്പം ഞാൻ ഡിന്നർ ഇന്നലെ എൻ്റെ വീട്ടിൽ കൊടുത്തായിരുന്നു. അന്ന് അപ്പം ഈ 2 ജേർണലിസ്റ്റ് വന്നായിരുന്നു. അപ്പം ഞാൻ അവർക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അതിൻ്റെ ജസ്റ്റ് മുമ്പേ വന്നത് രമേശ് ചെന്നിത്തലയും സ്പോർട്സ് മിനിസ്റ്ററുമാണ്. അപ്പം ഞാൻ ആ ജേർണലിസ്റ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവർ സംസാരിക്കുന്ന കേൾക്കാം. എൻ്റെ സെക്രട്ടറിയും ഈ നാഷണൽ ജനറൽ സെക്രട്ടറി ഓഫ് റോൾ ബോൾ. അപ്പം അവരെന്തോ ചോദിക്കുന്ന എന്നെ പറ്റി. അപ്പം എൻ്റെ സെക്രട്ടറി പറയുക, സാറ് എല്ലായിടത്തും ഒരേപോലെ സംസാരിക്കുന്ന, രമേശ് ചെന്നിത്തലയായിട്ടാണെങ്കിലോ അതോ കേരളമതിയുടെ റിപ്പോർട്ടറായിട്ട് ആണെങ്കിലോ ഇറ്റ് ഇസ് ദ സെയിം. എനിക്ക് ബൈ നേച്ചർ ഐ നോ ദാറ്റ് അങ്ങനത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ ഐ വിൽ ബി ഡിസേബിൾഡ്. എനിക്ക് if I am unable to talk to them, unable to understand അവരുടെ സന്തോഷവും സങ്കടവും ഇല്ലെങ്കിൽ I will not be able to take a decision. അതെൻ്റെ ഒരു റൂളാണ്. അപ്പം the time that I don't know what an economy traveler is actually facing, എങ്ങനെ ഒരു ട്രെയിൻ പോകുമ്പോൾ ആളുകൾ ആ ഫേസിങ് എന്തെല്ലാം പ്രോബ്ലംസ്, ടോയ്ലറ്റ്സ് എങ്ങനെയാണ്. ഇപ്പോഴത്തെ ടോയ്ലറ്റ്സ് ഇസ് സോ മച്ച് മോർ ബെറ്റർ ദാൻ 30 years ബാക്ക് ടോയ്ലറ്റ്സ്. ഈ ടൈൽസ് വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ മാറി. ക്ലീനിങ് ബിക്കേം ഈസി. ഇതെല്ലാം എനിക്കെല്ലാം ഒരു അത്ഭുതം. ഞാൻ ഒരിക്കലും ഐ നെവർ എക്സ്പെക്റ്റഡ് ഇന്ത്യയിൽ ഇത്രയും
കൂടുതൽ 5-star ഹോട്ടൽസ് വരാനായിട്ടോ നല്ല ടോയ്ലറ്റ്സ് വരാനായിട്ടോ വീടുകൾ ക്ലീൻ ആവാനായിട്ടോ പീപ്പിൾ ലുക്കിംഗ് അറ്റ് ക്ലെൻലിനെസ് ആസ് എൻ ഓപ്ഷൻ. ഇതൊന്നും ഞാൻ വിചാരിച്ചത് സായിപ്പ്മാർക്ക് മാത്രം പറഞ്ഞുള്ള കാര്യങ്ങളാണെന്ന്, അവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ച കാര്യങ്ങളെല്ലാം ഈസ് കമ്മിങ് ടു മൈ ഹോം, കമ്മിങ് ടു മൈ പ്ലേസ്. എൻ്റെ ഡ്രൈവറിൻ്റെ വീട്ടിൽ പോകുമ്പം നല്ല സോഫാസ്, ദേ ഹാവ് കേബിൾ കണക്ഷൻ, ദേ ഹാവ് കാർ, ഒരു കാറും ഉണ്ട് അവരുടെ വീട്ടിൽ, സ്കൂട്ടറുണ്ട്. ഇറ്റ് ഈസ് അൺഇമാജിൻ. എനിക്കെല്ലാം ഒരു ഹെവനായിട്ടൊരു മാറിയത് പോലെയാണ്. ബിക്കോസ് അന്നത്തെ ഡ്രൈവർമാരെല്ലാം ലിവ് ചെയ്ത ലൈഫെല്ലാം നമുക്ക് ഇമാജിൻ വരെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. വലിയൊരു വ്യത്യാസമാണ് ഇപ്പം വന്നിരിക്കുന്നത്. ആൻഡ് ഐ എം സോ ഹാപ്പി അങ്ങനത്തെ ഇപ്പൊ സാർ പറയാൻ വിട്ടുപോയ കാര്യം. സോ എന്തുകൊണ്ടാണ് ഇതെല്ലാം സാറിൻ്റെ പരിമിതികളിൽ നിന്ന് ഇതെല്ലാം ഓവർകം ചെയ്യാൻ പറ്റിയതെന്ന് വെച്ചാൽ സാറിനെ മനസ്സിലാക്കി, സാറിന് ഡീൽ ചെയ്യാൻ വേണ്ടി സാർ ഒരു എന്നെ മനസ്സിലാക്കിപ്പിച്ചത് ആ ലയബിലിറ്റി. അല്ല ഓക്കെ, ഇപ്പൊ ലയബിലിറ്റി രണ്ട് കാര്യമുണ്ടല്ലോ. ലയബിലിറ്റി കൊണ്ട് നേരെ തിരിച്ചു പോവാമല്ലോ സാർ. പക്ഷെ എന്നെ മനസ്സിലാക്കി എനിക്ക് പറ്റിയത് വാസ് ദ ഫാക്ട് ദാറ്റ് ഐ ന്യൂ ദാറ്റ് ഇന്ന് തൊട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഇന്ന് തൊട്ട് ഐ ഹാവ് ടു സ്റ്റാർട്ട് വർക്കിംഗ് ബിക്കോസ് എൻ്റെ അമ്മയെ ടേക്ക് കെയർ ചെയ്യണം, എൻ്റെ അച്ഛനെ ടേക്ക് കെയർ ചെയ്യണം. ഐ ഹാവ് എ റെപ്യൂട്ടേഷൻ ടു ആക്ച്വലി മെയിൻറ്റെയിൻ. എനിക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. നമ്മൾ ഭയങ്കര റിച്ച് ആകുമ്പോൾ യു ഡോണ്ട് ഹാവ് എ ഡെസ്റ്റിനേഷൻ. എന്തുവാ ഡെസ്റ്റിനേഷൻ? അച്ഛനെ പോലെ ആവണം. എന്തുവാ അച്ഛനെ പോലെ ആവണ്ടേന്ന് എൻ്റെ അടുത്ത് ഒരു റഷ്യൻ ഒരു ബയർ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് യുവർ ആംബിഷൻ? ഈ കുട്ടികളുടെ എപ്പോഴും ചോദിക്കുന്ന ഒരു വാട്ട് ഈസ് യുവർ ആംബിഷൻ? അച്ഛനെ പോലെ ആവണം. എന്തോ അച്ഛനെ പോലെ ആവുന്നതെന്ന് വെച്ചാൽ എൻ്റെ വിചാരം അന്ന് ആസ് 6 year old കാറിൽ പോകണം, 5-star ഹോട്ടലിൽ പോകണം, തിരിച്ചു വരണം. അതാ അച്ഛനെ പോലെ ആവുന്നത്. ഇതെല്ലാം പതുക്കനെ മാറിയത് വാസ് വിത്ത് ദാറ്റ് ഒരു കാര്യം ആൻഡ് നോയിങ് മൈ ഡിസബിലിറ്റി. അപ്പം എനിക്കറിയായിരുന്നു ബാക്കി എല്ലാവരും 5 മിനിറ്റിന് പഠിക്കുന്നത് എനിക്ക് 5 മണിക്കൂറെല്ലാം എടുക്കുമായിരുന്നു. ആ ടൈം ഫ്രെയിം കുറച്ചുകൊണ്ട് വരണം. ഇന്ന് ആളുകൾ വിൽ ആസ്ക് മീ ടു റൈറ്റ് ആർട്ടിക്കിൾസ്, റൈറ്റ് ഇതെല്ലാം. എനിക്ക് ചിലപ്പോൾ എനിക്ക് അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ട്, നിങ്ങളൊരു ഇൻ്റർവ്യൂ കണ്ടിട്ട് കാനഡയിൽ നിന്ന് ഒരു കോളേജ് എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു അങ്ങോട്ട് ടിക്കറ്റ് എടുത്തന്നെ, വാട്ട് ഇസ് യുവർ സ്പീക്കേഴ്സ് ഫീ എന്ന്. ഐ വാസ് ഷോക്ക്ഡ്. ഞാൻ വിചാരിച്ചു ഇതൊന്ന് അണ്ണിമതി. നമ്മൾ സാധാരണ വിളിച്ചാൽ നമ്മൾ ടിക്കറ്റ് എടുത്തുകൊണ്ട് പോകണം, റൂം എടുത്ത്. ഇത് അവര് വിളിച്ച് ഗോവിന്ദൻകുട്ടി നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാ, സതീഷിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാ അവര് വിളിക്കുന്നത്, നിങ്ങളുടെ സ്പീക്കർ ഫീ എന്തുവാന്ന്. അപ്പൊ ഞാൻ ആലോചിച്ചിട്ട് സെക്രട്ടറി അടുത്ത് പറയാനായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മള് MK നാരായണന്റെ സ്പീക്കർ ഫീസ് $200,000 ഒരു സ്പീച്ചിന് കിട്ടുന്നത്, ഈ ഹാർവേഡിലെല്ലാം പോയി സ്പീക്കും. അതെല്ലാം ഞാൻ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. നമുക്കിങ്ങനെ അത്ഭുതമായിട്ട് നമുക്ക് ഇങ്ങനെ ഈ ആശിച്ചിരിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇതെല്ലാം ഈസ് ഡെഫിനറ്റ്ലി എ കോമ്പിനേഷൻ ഓഫ് ഓൾ ദ വർക്ക് ദാറ്റ് ഹാസ് ബീൻ. സാറിന്റെ സ്പീക്ക് അല്ലെങ്കിൽ സംസാരം ഉണ്ടല്ലോ, ഇത് ശരിക്കും നമ്മൾ പുറത്ത് കേൾക്കുമ്പോൾ സാധാരണ ആൾക്കാർ പറയുന്നതിന്റെ സ്പീഡില്ല. അപ്പൊ അത് മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നതാണോ? അത് ഇങ്ങനെ മനസ്സിലാക്കി എനിക്ക് ഡിക്സലെക്സിയയിൽ കൂടെ വിക്കും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ EMS വാസ് വൺ ഓഫ് മൈ എൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ബിക്കോസ് അമ്മ പറഞ്ഞു, അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിനെ കണ്ട് പഠിക്കുക ദാറ്റ് യു ക്യാൻ സ്റ്റിൽ ടോക്ക്. അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് സ്ലോ ആക്കിയപ്പം യു ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ ഹാവ് സ്റ്റാമറിങ്. ഇല്ല, അറിയില്ല. ഗോവിന്ദൻകുട്ടിക്ക് മനസ്സിലാവാൻ പറ്റത്തില്ല. ഇത് നമ്മൾ ആർട്ടിക്കുലേറ്റ് ചെയ്ത് പതുക്കനെ വർക്ക് ചെയ്ത there is nothing that you cannot. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് എന്താണെന്നറിയോ സാർ, പുറത്തൊക്കെ പഠിച്ചതാവാം, മലയാള ഭാഷ അറിയാത്തതാവാം. അതൊന്നും അല്ല, ഇവിടെ തന്നെയാ പഠിച്ചിട്ടുള്ളത്, എവിടെയും പോയിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം സ്പീച്ച് കണ്ടു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു, വളരെ പയ്യെ പറയുന്നു. ഇപ്പൊ മോദി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പറഞ്ഞ പോലെ. പക്ഷെ നമുക്ക് പെട്ടെന്ന് സ്പീഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ മനസ്സിലാവും. ഇപ്പൊ എന്റെ ഫ്രണ്ട് ഇരിക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു പക്ഷേ സാറിനെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ സ്പീച്ചിങ് സ്റ്റൈൽ കൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. പ്രേക്ഷകർക്ക് വേണ്ടി പറയാം, മനസ്സിലായില്ലേ? ഡിക്സലെക്സിയ മാത്രമല്ല, സോറി സാർ, എനിക്ക് വീഡിയോ കൊണ്ട് ജീവിതത്തിൽ എവിടെയെങ്കിലും
പകച്ചു നിൽക്കുന്ന ഒരു 10 പേർക്ക് ഗുണമാവണം എന്നുള്ളത്. അതിന് ഞാൻ രാജ്മോഹൻ സാറിനെ ഉപയോഗിക്കുകയാണ്. ഇതിന്റെ കൂടെ കറുപ്പ് കളർ, ഇത് അൺഇമാജിനബിളാ. ഈ ഒരു കോമ്പിനേഷൻ, തടി, കറുപ്പ് കളറ്, നമ്മൾ ചിരിക്കുമ്പോ മാത്രം വെളുപ്പ്. ഈ ഇതിൽ ഒരു 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 അത്ഭുത കോമ്പിനേഷൻ. എല്ലാം പറയണം. ഇത് എനിവേ തടിയൊന്നും പ്രശ്നമല്ല, ബ്ലാക്കൊന്നും പ്രശ്നമല്ല. പക്ഷേ ഇത് അതായത് ഒരാളൊരു കാര്യം 4 തവണ പറഞ്ഞാലേ ഒരാൾക്ക് മനസ്സിലാവത്തുള്ളൂ. അതൊരു വലിയ പ്രശ്നമല്ലേ? വീണ്ടും ചോദിക്കാൻ പറ്റുമോ? ഇപ്പൊ വീട്ടിൽ അമ്മ എടുത്ത് ചോദിക്കാം, ഭാര്യ എടുത്ത് ചോദിക്കാം, മക്കളെടുത്ത്. അതായത് ഇപ്പൊ അമേരിക്ക ചെന്ന് കച്ചവടത്തിന് ഭാര്യ എടുത്തും ചോദിക്കാൻ പറ്റില്ല, കുട്ടികളടുത്ത് ഒട്ടും ചോദിക്കാൻ പറ്റില്ല, അമ്മയെടുത്ത് ചോദിക്കാം. എന്നിട്ട് അമേരിക്ക ചെന്ന് നമ്മൾ കോടികളുടെ ഡീല് സംസാരിക്കുമ്പോൾ ഇത് മനസ്സിലാവും. അവരുടെ ആക്സെന്റ് ഇംഗ്ലീഷില് അതെ ഒരു രക്ഷയില്ല. നമ്മൾ എന്തെങ്കിലും എല്ലാം ഊഹിച്ചു, അപ്പൊ നമ്മള് പതുക്കനെ അവരുടെ ഹാൻഡും ലിപ്സും കണ്ണും എല്ലാം മനസ്സിലാക്കും. ഈ സംസാരിച്ച് നിങ്ങൾക്കൊന്നും അറിയണ്ട, ഞാനാണെങ്കിൽ പൊട്ടി പാളിഷായിട്ട് നിൽക്കുക. അപ്പം ഈ കൊണാഗ്ര ആയിട്ട് നമുക്കൊരു ജോയിന്റ് വെഞ്ചർ ഉണ്ടായി. അപ്പൊ അതിന്റെ മീറ്റിങ്ങിന് പോവുക. അപ്പൊ അവരുടെ ബോർഡ് മീറ്റിംഗ്. അപ്പൊ ഞാൻ ഡൽഹി താജിൽ പോയി താമസിച്ച് അവിടുന്ന് ഫ്ലൈറ്റ് എടുക്കുന്നത്. അപ്പം അവിടെ ഞാൻ നടന്നപ്പം അവിടെ ഒരു കോട്ട് ഉണ്ടാക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഒരു ദിവസമേ ഉള്ളൂ. അപ്പം ഞാൻ അവിടെ കയറിയപ്പം അന്ന് 4000 രൂപയാവും ഒരു കോട്ടിന്. നമുക്കിവിടെ പോസിബിളി 400 രൂപയ്ക്കെല്ലാം കിട്ടുന്നതാണ്. ഞാൻ എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അതങ്ങ് മേടിച്ചു. ആ കോട്ട് ഇട്ടുകൊണ്ടാണ് ഞാൻ അവിടെ കയറിപ്പോയത്. അപ്പം തന്നെ ചെയർമാൻ ഓഫ് കൊണാഗ്ര എന്നെ നോക്കി. അപ്പം കറുത്ത് തടിച്ച് വലിയൊരു സൈസുള്ള ഒരാള് ഒരു കോട്ടെല്ലാം ഇട്ടുകൊണ്ട് വരുന്നു. ഇതിൽ സംസാരിച്ച് അപ്പം ക്വസ്റ്റ്യൻ വന്നു, എങ്ങനെ വേണം ഒരു ജോയിന്റ് വെഞ്ചർ? അപ്പം ഞാൻ പറഞ്ഞു 50-50. ഇപ്പൊ കൊണാഗ്ര എന്ന് വെച്ചാൽ ലാർജസ്റ്റ് ഫുഡ് കമ്പനി ഇൻ അമേരിക്ക, വേൾഡിലെ 4th ലാർജസ്റ്റ് കമ്പനിയാണ്. എല്ലാവരും അങ്ങ് മിണ്ടാതെ, ബിക്കോസ് എന്തോ ഈ ഒരു കൊച്ചുകുട്ടിയോ എന്ന് നമ്മളടുത്ത് പറയുന്ന 50-50 ജോയിന്റ് വെഞ്ചർ. അപ്പം അത് കഴിഞ്ഞിട്ട് ആ ചെയർമാൻ പറഞ്ഞു, ലെറ്റ്സ് ഗോ ഫോർ ലഞ്ച്, ലെറ്റ് രാജ്മോഹൻ കം ഇൻ മൈ കാർ. അങ്ങനെയുണ്ട് പോയി. അപ്പം അയാൾ പോകുന്ന വഴി ചോദിച്ചു, യു ആർ വെയറിങ് a $10,000 കോട്ട് എന്ന്. നമുക്ക് ഇമാജിൻ വരെ ചെയ്യാൻ വേണ്ടി $10,000 കോട്ടിന്. ഇറ്റ്സ് എ ന്യൂ കോട്ട്, ഐ ലൈക്ക് ഇറ്റ് എന്നെല്ലാം പറഞ്ഞിട്ട് പോയി. തിരിച്ചു വന്ന് ഹി സൈൻ ദ എഗ്രിമെന്റ്. ആൻഡ് എഗ്രിമെന്റ് ഒപ്പിട്ടത് was meaning that any amount of funds is available because കൊണാഗ്രയുടെ ബാങ്കേഴ്സ് അവരെന്തോ പറഞ്ഞാലും റിലീസ് ചെയ്യും ഫണ്ട്സ്, ബിക്കോസ് ദേ ആർ ജസ്റ്റ് so big a company. അത് ചേഞ്ച് ചെയ്തത് ടു ബി ഏബിൾ ടു കൺവിൻസ് ദം ടു ബി എ 50% പാർട്ട്ണർ. അത് കഴിഞ്ഞ് നമ്മൾ ബാക്കിയെല്ലാ ഈ ട്രേഡിംഗ് കമ്പനീസ് ടേക്ക് ഓവർ ചെയ്തു. വി ബിക്കെയിം ദ ലാർജസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ ബിറ്റ്വീൻ യൂറോപ്പും അമേരിക്കയിലും. യൂറോപ്പ് അന്ന് കൊച്ചൊരു മാർക്കറ്റായിരുന്നു. അവിടെ ഇൻറ്റൻസിഫൈ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അവിടെ സക്സസ്ഫുൾ ആക്കാനായിട്ടുള്ള ഈസ് ജസ്റ്റ് അൺഇമാജിനബിൾ. ഇത് ഡെഫിനറ്റ് ആയിട്ട് ഈ ദൈവാധീനവും വേണം. ഇത് കറക്റ്റ് സൺലൈറ്റും കറക്റ്റ് ന്യൂട്രിയൻസും എല്ലാം കിട്ടിയാലേ ഈ ഫ്രൂട്ടിന് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതെല്ലാം എനിക്ക് തന്നായിരുന്നു, പക്ഷെ ദിസ് മെയ്ഡ് എ ഡിഫറൻസ്. പക്ഷെ ഇതെല്ലാം എങ്ങനെയാ ഇടേണ്ടത്, എങ്ങനെയാ നിക്കർ ഇടേണ്ടതെന്ന് എല്ലാ പ്രാവശ്യവും hundreds of time തെറ്റിച്ചിട്ടും അമ്മ പിന്നെയും പറയും, എടാ നീ നോക്ക്, സിപ്പ് നീ ഇട്ടിട്ടില്ല, നീ അത് ഇട്, നീ വരുമ്പം നീ മൂത്രം ഒഴിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പം നോക്ക് സിപ്പ് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് സാർ കഴിഞ്ഞ തവണ പോയ പിന്നെ ഞങ്ങളുടെ എല്ലാം ചർച്ച എന്താണെന്നറിയോ, നമ്മൾ മുൻപ് ഇപ്പൊ പൃഥ്വിരാജ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ രാജൻ പിള്ള സാറിന്റെ സിനിമ ചെയ്യുന്നതിനെ പറ്റി. ഞങ്ങൾ അന്ന് മുതൽ ചിന്തിക്കുന്നത് സാറിന്റെ സിനിമ എങ്ങനെ ചെയ്യാം, മോർ ഇൻസ്പയറിംഗ്. അതായത് അമ്മ ഒരു വലിയ കഥാപാത്രമായിരിക്കും, വലിയ കഥാപാത്രം. അതെങ്ങനെയാ ആളുടെ പറയേണ്ട, എന്തെല്ലാം ആ പ്രോബ്ലംസ് ദാറ്റ് ഷീ ഹാസ് ഫേസ് ത്രൂ എനിക്കിപ്പം ആലോചിക്കാൻ വരെ വയ്യ.